ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് മാസം 14-ാം തീയതി രാവിലെ 8:10 മുതൽ 2026 മാർച്ച് 15 രാവിലെ 9:16 വരെയാണ്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം നമ്മൾ വൈഷ്ണവ ഏകാദശിയായി ആചരിക്കുന്നു. ആ ദിവസമാണ് 2026 മാർച്ച് മാസം 15-ാം തീയതി. ഈ ഏകാദശിക്ക് പറയുന്ന പേര് പാപമോചിനി ഏകാദശി എന്നാണ്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഏകാദശികള് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ്. മഹാവിഷ്ണുവാണ് ദേവത. എന്തുകൊണ്ടാണ് ഏകാദശി ഇത്രയും ശ്രേഷ്ഠമായത്? കാരണം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അത് ഈ ജന്മത്തിൽ അനുഭവിക്കണം. ഇനി ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർന്നിട്ടില്ല എങ്കിൽ അടുത്ത ജന്മങ്ങളിലും അത് അനുഭവിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മാത്രമല്ല ഒരു പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ പൂർവികരൊക്കെ ചെയ്ത പാപത്തിന്റെ പുണ്യത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ചില കുടുംബ ദോഷങ്ങളുണ്ട് ചിലർക്ക് എന്ന് പറയും. ചിലര് പറയും കാരണവന്മാര് ചെയ്ത പുണ്യമാണ് എന്ന് പറയും, അല്ലെ? അതെന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മാത്രം അനുഭവിച്ചാൽ മതിയെങ്കിൽ നമ്മുടെ തലമുതിർന്ന ആളുകൾ അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതായത് കർമ്മഫലത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അത് ആര് ചെയ്താലും അത് അനുഭവിക്കണം. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ അടുത്ത തലമുറ കൂടി അനുഭവിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാകണം. ഈ കാര്യമാണ് കർമ്മഫലത്തിലൂടെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. നല്ലത് ചെയ്താൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കും നന്മയുണ്ടാകും. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പാപങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവുക, ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുക. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചു തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിലേക്ക് എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ചില കുട്ടികൾ ജനിക്കുമ്പം തന്നെ അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, പട്ടിണിയുള്ള വീടുകളിൽ ചില ആളുകൾ വന്ന് ജനിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം മുൻജന്മ കർമ്മഫലമാണ്. നമ്മൾ ആലോചിക്കും, ഒരു കൊച്ചുകുട്ടി, ഈ കൊച്ചുകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ അസുഖങ്ങളൊക്കെ വരുന്നത്? ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. അതിന്റെ കാരണം ഈ കുഞ്ഞ് മുൻജന്മങ്ങളിൽ ചെയ്ത ആ കുട്ടിയുടെ കർമ്മത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുകയും അവസാനം മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യണമെങ്കിൽ ഒരുവൻ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഏകാദശി വ്രതം കൂടി അനുഷ്ഠിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കണം. പിന്നീട് ആ പാപങ്ങൾ ചെയ്യാതിരിക്കാനും കഴിയുമെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാനും തീരുമാനിക്കണം. അങ്ങനെ ചെയ്യണം. പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്തപിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഏകാദശിയൊക്കെ എടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതോടുകൂടി നമ്മുടെ അടുത്ത തലമുറയും രക്ഷപ്പെടുകയും ചെയ്യും. ഈ ഏകാദശി അങ്ങനെയുള്ള ഒരു ഏകാദശിയാണ്. അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് പാപമോചിനി ഏകാദശി എന്ന് പറയുന്നത്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, എന്തിന് ഏകാദശി എടുക്കുന്നു, ഏകാദശി എങ്ങനെയൊക്കെയാണ് എടുക്കാൻ സാധിക്കുന്നത്, ആർക്കൊക്കെ എടുക്കാൻ സാധിക്കും, വ്രതനിഷ്ഠകൾ എന്തൊക്കെയാണ്, ഏകാദശിയുടെ കഥ എന്താണ്, കഥ അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ. അത് മാത്രമല്ല പാരണാസമയം, ഹരിവാസര സമയം, പാരണ വീടുന്നത് എങ്ങനെ, ഏത് സമയത്ത് പാരണ വീടണം, ഹരിവാസര സമയം എപ്പോഴാണ്, ഇത്രയും കാര്യങ്ങളാണ് ഏകാദശി സംബന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രധാനമായിട്ടും അറിയേണ്ടത്. പാരണാസമയം വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. ഇത്തവണത്തെ ഏകാദശി പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളിലാണ്. ഏകാദശി തിഥിക്ക് അനുസരിച്ചിട്ടുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് എല്ലാം ഞാൻ പാരണാസമയത്ത് പറയാം. ആദ്യമായിട്ട് നമ്മൾ
ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി പറയാം. ഓരോ വ്യക്തിയും അവരുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കണം നിർബന്ധമായിട്ടും. ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പൂർവികർക്ക് യാതൊരു വിധത്തിലുള്ള ശാന്തിയും ലഭിക്കുകയില്ല. ആ ഒരു ശാപം നമ്മളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അത് വലിയ ശാപമാണ്. എത്ര തന്നെ ദേവപ്രീതി ചെയ്താലും പിതൃക്കളുടെ ശാപമുണ്ടെങ്കിൽ ആ ദേവപ്രീതിക്കൊന്നും യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യരും പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു കുട്ടി ഒരു ദാരിദ്ര്യമുള്ള വീട്ടിൽ വന്ന് ജനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക, ആ കുട്ടിയുടെ മുൻജന്മത്തിലെ അവകാശികൾ ആ കുട്ടിക്ക് ബലികർമ്മങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ ആ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ട് പിതൃശാപം വരുത്തരുത്. പിതൃശാപം വരുത്തിയിട്ട് എത്ര തന്നെ ഏതൊക്കെ മഹാക്ഷേത്രങ്ങളിൽ പോയാലും ഏതൊക്കെ വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും യാതൊരു പ്രയോജനവുമില്ല എന്ന കാര്യം കൂടി പ്രത്യേകമായി ഓർക്കുക. ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന ഒരു ചോദ്യം ഉണ്ടാകും. ഏകാദശി എടുക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. ആർക്കാണ് ഏകാദശി എടുക്കാൻ അറിയാൻ സാധിക്കാത്തത്? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ തവണയും ഏകാദശി ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഏകാദശി എന്നാണ്, സമയം എപ്പോഴാണ്, കഥ എന്താണ്, ഇത് മാത്രം പറഞ്ഞിട്ട് പൊയ്ക്കോളൂ എന്ന കമന്റ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഓരോ ഏകാദശി വീഡിയോയുടെ കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ധാരാളം ആളുകൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. പുതുതായി ഏകാദശി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമായി ഈ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ ഏകാദശി മാർച്ച് 15-ാം തീയതിയാണ്. 14-ാം തീയതി ഒരിക്കൽ ഉണ്ണുക. ഒരിക്കൽ ഉണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക. രാവിലെയും വൈകുന്നേരവും ഗോതമ്പോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതിൽ തന്നെ വൈകുന്നേരം പഴങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇനി അതല്ല, ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ താമസിക്കും, അങ്ങനെയുള്ളവർക്ക് സന്ധ്യ കഴിഞ്ഞാലും കഴിക്കാം, അതിൽ തെറ്റില്ല. എങ്കിലും വൈകുന്നേരം പഴങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി രാവിലെ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിച്ചതെങ്കിൽ സാരമില്ല, ഉച്ചയ്ക്ക് പഴങ്ങളോ ഗോതമ്പോ എന്തെങ്കിലും കഴിച്ചാലും മതി. ആ കാര്യമാണ് ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഏകാദശി ദിവസം അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഏകാദശി നമുക്ക് ഉപവസിക്കാം, അതല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം, പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടിരിക്കാം. ഏകാദശി പുഴുക്ക് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കാം. 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഏകാദശി അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ 3 നേരവും കഴിച്ചുകൊണ്ടിരിക്കാം, ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക. ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കണോ, ഉപവസിക്കണോ, 3 നേരം ആഹാരം കഴിക്കണോ, ഏകാദശി പുഴുക്ക് കഴിക്കണോ, പാലും പഴങ്ങളും കഴിക്കണോ, അതോ പഴങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ? ഇതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചിട്ട് ചെയ്യുക. കാരണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമാണ്. ഏകാദശിക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാല്, പച്ചക്കറികള്, പാലുൽപ്പന്നങ്ങള്, പഴങ്ങള്, നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, സാബുദന അല്ലെങ്കിൽ ചൊവ്വരി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഏകാദശി ദിവസം കഴിക്കാവുന്നതാണ്. കഴിക്കാൻ പാടില്ലാത്തത് മത്സ്യമാംസാദി ഭക്ഷണങ്ങള്, ഒരു വിധത്തിലുള്ള ധാന്യവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, റാഗി, തിന, ഓട്സ്, ചെറുപയറ്, കടല, ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും കഴിക്കാൻ പാടുള്ളതല്ല. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉപയോഗിക്കാം. ജലം കുടിക്കാം, അതിൽ തെറ്റില്ല. പാലിൽ ചൊവ്വരയിട്ട് കാച്ചി കുടിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശി ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ല, നമ്മൾ പ്രസാദം സ്വീകരിക്കുകയാണ്. അതായത് നമ്മൾ എന്ത് കഴിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് വേണം നമ്മൾ ഏകാദശി ദിവസം കഴിക്കേണ്ടത്. ഒരു പഴമായാലും, നിങ്ങൾ ഓഫീസിൽ പോകുന്നു, പഴം ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ ആ പഴം വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ആ പഴം എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക. അതാണ് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ കുളിച്ച് പാരണ വീടണം. ഏകാദശിയുടെ കഥ ഏകാദശി ദിവസം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഏകാദശിയുടെ പാരണാ സമയത്തും കഥ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഓരോ ഏകാദശിയുടെയും കഥകൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് വിശ്വാസം.
പാരണ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കഥ പറഞ്ഞ് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഏകാദശി ഭഗവാന് സമർപ്പിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ ആ ഏകാദശി അവസാനിപ്പിക്കണം. ക്ഷേത്രത്തിലാണെങ്കിലും അതുപോലെ തന്നെ ചെയ്ത് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ 15-ാം തീയതിയാണ് ഏകാദശി. 14, 15, 16 ദിവസങ്ങളിലും ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഏകാദശി പുഴുക്ക ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർക്കരുത്. ഇനി നമുക്ക് ഏകാദശിയുടെ പാരണ സമയം ഒന്ന് നോക്കാം. 15-ാം തീയതിയാണ് കേരളത്തിലും ഗൾഫ് നാടുകളിലുമൊക്കെ ഏകാദശി. അതുകൊണ്ട് തന്നെ 16-നാണ് പാരണ വീടേണ്ടത്. 16-ന് രാവിലെ കേരളത്തില് 6:29 മുതൽ 9:40 വരെ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ആ ഏകാദശി ഭഗവാന് സമർപ്പിക്കണം. തമിഴ്നാട് 6:16 മുതൽ 9:40 വരെ, കർണാടക 6:27 മുതൽ 9:40 വരെ, ആന്ധ്രാപ്രദേശ് 6:19 മുതൽ 9:40 വരെ, തെലങ്കാന 6:24 മുതൽ 9:40 വരെ, ഗോവ 6:42 മുതൽ 9:40 വരെ, ഒറീസ 5:54 മുതൽ 9:40 വരെ, മഹാരാഷ്ട്ര 6:46 മുതൽ 9:40 വരെ, ഉത്തർപ്രദേശ് 6:15 മുതൽ 9:40 വരെ, ഗുജറാത്ത് 6:58 മുതൽ 9:40 വരെ, മധ്യപ്രദേശ് 6:29 മുതൽ 9:40 വരെ, ഡൽഹി 6:30 മുതൽ 9:40 വരെ, ഹരിയാന 6:32 മുതൽ 9:40 വരെ, ജമ്മു കാശ്മീർ 6:40 മുതൽ 9:40 വരെ, ജാർഖണ്ഡ് 5:57 മുതൽ 9:40 വരെ, ഹിമാചൽ പ്രദേശ് 6:30 മുതൽ 9:40 വരെ, പഞ്ചാബ് 6:15 മുതൽ 9:40 വരെ, രാജസ്ഥാൻ 6:35 മുതൽ 9:40 വരെ, ബീഹാർ 6:27 മുതൽ 9:40 വരെ, ഛത്തീസ്ഗഡ് 6:11 മുതൽ 9:40 വരെ, ആസാം 5:31 മുതൽ 9:32 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:26 മുതൽ 9:27 വരെ, ഡെറാഡൂൺ 6:27 മുതൽ 9:40 വരെ, വെസ്റ്റ് ബംഗാൾ 6:45 മുതൽ 9:40 വരെ, ഉത്തരാഖണ്ഡ് 6:26 മുതൽ 9:40 വരെ. ഇനി ദുബായ് 6:28 മുതൽ 8:10 വരെ, അബുദാബി 6:31 മുതൽ 8:10 വരെ, ബഹ്റിൻ 5:46 മുതൽ 7:10 വരെ, കുവൈറ്റ് 5:57 മുതൽ 7:10 വരെ, റിയാദ് സൗദി അറേബ്യ 6:1 മുതൽ 7:10 വരെ, ദോഹ ഖത്തർ 5:42 മുതൽ 7:10 വരെ, ഷാർജ 6:27 മുതൽ 8:10 വരെ, ഒമാൻ 6:15 മുതൽ 8:10 വരെ. ഇനി അർമേനിയയിൽ 7:12 മുതൽ 8:10 വരെ, സിംഗപ്പൂര് 7:10 മുതൽ 11:12 വരെ, ചൈന 6:30 മുതൽ 10:30 വരെ, മാലിദ്വീപ്സ് 6:12 മുതൽ 9:10 വരെ, മലേഷ്യ 7:19 മുതൽ 11:21 വരെ, പോണ്ടിച്ചേരി 6:17 മുതൽ 9:40 വരെ, സാംബിയ 6:10 മുതൽ 6:12 വരെ, ഇസ്രായേൽ 5:48 മുതൽ 6:10 വരെ, ജോർജിയ 7:11 മുതൽ 8:10 വരെ, ഉഗാണ്ട 6:55 മുതൽ 7:10 വരെ, ഓസ്ട്രേലിയ 7:04 മുതൽ 11:10 വരെ, ന്യൂസിലാൻഡ് 7:18 മുതൽ 11:26 വരെ, റഷ്യ 6:43 മുതൽ 7:10 വരെ, ഫിലിപ്പൈൻസ് 6:3 മുതൽ 10:04 വരെ. ഇനി 14-ാം തീയതി ഏകാദശിയായി ആചരിക്കുന്ന സ്ഥലങ്ങളാണ് ഇനി പറയുന്ന സ്ഥലങ്ങളിൽ പാപമോചിനി ഏകാദശി മാർച്ച് മാസം 14-ാം തീയതിയാണ്. 15-ാം തീയതി രാവിലെയാണ് പാരണ വീടേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് പറയാം. സ്കോട്ട്ലാൻഡ്, എഡിൻബർഗ് സ്കോട്ട്ലാൻഡ്, അവിടെ 14 ഏകാദശി 15 രാവിലെ 9:52 മുതൽ 10:24 വരെ, UK മാഞ്ചസ്റ്റർ 9:52 മുതൽ 10:20 വരെ, അർമേനിയ 7:12 മുതൽ 8:10 വരെ, ജർമ്മനി 10:52 മുതൽ 10:60 വരെ, ലിബിയ 11:52 മുതൽ 11:55 വരെ, നൈജീരിയ 10:52 മുതൽ 10:58 വരെ, സ്വീഡൻ 10:52 മുതൽ 10:59 വരെ, ഇറ്റലി
10:52 മുതൽ 10:56 വരെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്ത് തീർത്ഥം സേവിച്ച് നാമം ജപിച്ചു കൊള്ളുക. അതിനുശേഷവും നമുക്ക് നാമം ജപിക്കാം, കഥ പറയാം. പക്ഷെ ആ ഒരു വളരെ കുറച്ച് സമയമുള്ള സ്ഥലങ്ങളിൽ ആ ഒരു സമയത്ത് നാമം ജപിച്ചിട്ട്, അതായത് അതിനു മുമ്പേ നിങ്ങൾക്ക് നാമം ജപിച്ചു തുടങ്ങാം. ജപിച്ചിട്ട് ഈ ഒരു സമയം, അതായത് 10:52 മുതൽ 10:56 വരെയുള്ള സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നാമം ജപിക്കുകയും കഥ പറയുകയും ഒക്കെ കൂടെ ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയം കിട്ടില്ല. അതുകൊണ്ട് അതിനു മുമ്പേ നാമം ജപിച്ചു കൊള്ളുക. എന്നിട്ട് ഈ ഒരു സമയമാകുന്ന സമയത്ത് തീർത്ഥം സേവിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇറ്റലി 10:52 മുതൽ 10:56 വരെ. അതുപോലെ സൗത്ത് ആഫ്രിക്ക 11:50 മുതൽ 11:52 വരെ. അമേരിക്ക ന്യൂയോർക്ക് 7:08 മുതൽ 11:05 വരെ. കാനഡ 7:15 മുതൽ 11:13 വരെ. വാൻകോവർ 7:26 മുതൽ 11:23 വരെ. ജോർദാൻ 7:27 മുതൽ 11:25 വരെ. അയർലൻഡ് 9:52 മുതൽ 10:36 വരെ. ഫിൻലാൻഡ് 11:50 മുതൽ 11:52 വരെ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ശ്രദ്ധിച്ചു ചെയ്യുക. സാൻ ഫ്രാൻസിസ്കോ 7:21 മുതൽ 11:19 വരെ. മാൾട്ട 7:24 മുതൽ 11:22 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് സാധാരണ പറയുന്നത്. ഏതെങ്കിലും സ്ഥലം ഞാൻ പറയുന്നതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് ചോദിച്ചു കൊള്ളുക. കമന്റിന് ഞാൻ മറുപടി നൽകുന്നതാണ്. അതുകൂടാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ഭരണാസമയം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചോദിച്ചു കൊള്ളുക. ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ചിലപ്പോൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അബദ്ധമായിരിക്കാം, തെറ്റായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചിട്ട് നിങ്ങൾ കമന്റ് ഇടുക. കമന്റിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകാം. ഇനി നമ്മൾ അറിയാനുള്ളത് കഥയാണ്. ഏകാദശി അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ഏകാദശിയുടെയും കഥ നിർബന്ധമായും അറിയണം. കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഏകാദശി ദിവസവും പാരണ വീടുന്ന ആ ഒരു സമയത്തും കഥ നിർബന്ധമായിട്ടും പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. കഥ പറയണം ഭഗവാനോട്. ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് വിളക്ക് തെളിയിച്ച് നമ്മൾ നാമം ജപിക്കുന്നത് പോലെ തന്നെ ഈ കഥ പറഞ്ഞ് ഭഗവാനെ, ഒരാളുടെ പാപം ഭഗവാൻ എങ്ങനെ, അല്ലെങ്കിൽ അയാളെ എങ്ങനെ രക്ഷിച്ചു, അതുപോലെ ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് തന്നെ ഭഗവാനോട് പറഞ്ഞ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ നമ്മുടെ ഏകാദശി സമർപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ഈ ഏകാദശിയുടെ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് ചൈത്രരഥം എന്ന ഒരു വനമുണ്ടായിരുന്നു. ആ വനത്തില് ധാരാളം അപ്സരസുകളും ദേവന്മാരും കിന്നരന്മാരും ഒക്കെ തന്നെ വരുമായിരുന്നു. അവരിങ്ങനെ അവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നൃത്തമൊക്കെ ചെയ്ത് ഇങ്ങനെ ഉല്ലസിക്കുമായിരുന്നു. കാരണം ഈ ചൈത്രരഥം എന്ന് പറഞ്ഞ വനത്തിൽ എപ്പോഴും വസന്തമായിരുന്നു. ധാരാളം പൂക്കളും പക്ഷികളും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. അത്ര സൗന്ദര്യമുള്ള ഒരു വനമായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെയുള്ള ദേവന്മാരും അപ്സരസുകളും ഒക്കെ തന്നെ അവിടെ വന്നുകൊണ്ടിരുന്നത്. ആ ചൈത്രരഥം എന്ന ആ വനത്തില് ഒരു മുനി തപസ്സു ചെയ്യുന്നുണ്ടായിരുന്നു. ച്യവന മഹർഷിയുടെ പുത്രനായ മേധാവി എന്ന മുനിയായിരുന്നു തപസ്സു ചെയ്തുകൊണ്ടിരുന്നത്. മഹാദേവനെയാണ് തപസ്സു ചെയ്തുകൊണ്ടിരുന്നത്. വലിയ ശിവഭക്തനായിരുന്നു ഈ മേധാവി എന്ന മുനി. ആ സമയത്ത് അവിടെ മഞ്ജുഘോഷ് എന്ന ഒരു അപ്സരസ് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മഞ്ജുഘോഷിന് ഈ മുനിയെ കണ്ടപ്പോൾ ഒരു അനുരാഗം തോന്നുന്നു. അതിന് കാരണം കാമദേവനാണ്. കാമദേവൻ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് മഞ്ജുഘോഷിന് ഇങ്ങനെയൊരു അനുരാഗം തോന്നുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് ഈ മുനിയെ ഈ മഞ്ജുഘോഷ് വശീകരിക്കുന്നു. അങ്ങനെ മേധാവി എന്ന മുനി ഈ അപ്സരസിന്റെ വശീകരണത്തിൽ വീഴുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കുറച്ചു കാലം സന്തോഷത്തോടു കൂടി അവിടെ താമസിക്കുകയാണ്. മുനി തൻ്റെ ജപങ്ങളും ധ്യാനവും എല്ലാം തപസ്സുമെല്ലാം മറന്നിട്ട് ഈ അപ്സരസിന്റെ കൂടെ താമസിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞപ്പോൾ മഞ്ജുഘോഷ് പറയുകയാണ്, മതി മുനി, എനിക്ക് തിരിച്ചു പോകേണ്ടുന്ന സമയമായി. അപ്പോൾ ആ മുനി പറയുകയാണ്, ഇപ്പോഴല്ലേ വന്നത്,
എന്തിനാണ് ഇത്രയും വേഗം തിരിച്ചു പോകുന്നത്? നമുക്ക് കുറച്ച് സമയം കൂടി സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് പറയുന്നു. അതായത് ദിവസങ്ങളും മാസങ്ങളും ഒന്നും കടന്നു പോകുന്നത് ഈ മുനി അറിയുന്നില്ല. അങ്ങനെ മഞ്ജുഘോഷും ഈ മേധാവി എന്ന മുനിയും കുറെ കാലം കൂടി അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മഞ്ജുഘോഷ് പറയുകയാണ്, അല്ലയോ മാമുനി, എനിക്ക് തിരിച്ചു പോകേണ്ടുന്ന സമയമായി എന്ന് പറയുന്നു. അപ്പോൾ ഈ മുനി വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്? ഇപ്പം വന്നതല്ലേ ഉള്ളൂ, ഇപ്പോഴേ പോകണ്ട എന്ന് പറയുന്നു. ഉടനെ ഈ മഞ്ജുഘോഷ് ച്യവന മഹർഷിയുടെ പുത്രനായ മേധാവിയെ ഓർമ്മിപ്പിക്കുന്നു, സമയം എത്രയായി, കാലം എത്രയായി എന്ന് അങ്ങേക്ക് നിശ്ചയമുണ്ടോ? ഇപ്പോൾ 57 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോഴാണ് ഈ മഹർഷിക്ക് ആ സമയം കഴിഞ്ഞു പോയതിൻ്റെ കാര്യത്തെപ്പറ്റി ഓർമ്മ വരുന്നത്. അതോടുകൂടി പെട്ടെന്ന് ഈ മുനിക്ക് ദേഷ്യം വരികയും തൻ്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തിയ ഈ മഞ്ജുഘോഷിനെ മുനി ശപിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു പിശാചിനിയായി തീരട്ടെ എന്നാണ് ശപിച്ചത്. കാരണം പിശാചിന്റെ സ്വഭാവമാണ് കാണിച്ചത്, അതുകൊണ്ട് അങ്ങനെയായി തീരട്ടെ എന്ന് ഈ അപ്സരസിനെ ശപിക്കുന്നു. ഉടൻ തന്നെ ഈ അപ്സരസ് ഈ മുനിയുടെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അല്ലയോ മാമുനെ, അങ്ങങ്ങനെ പറയല്ലേ. കാരണം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഉത്തമന്മാരായ സന്യാസിമാരുടെ കൂടെ താമസിച്ചാൽ നമുക്ക് ശ്രേഷ്ഠതയുണ്ടാകും, നമുക്ക് ഉയർച്ചയുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ അങ്ങയുടെ കൂടെ താമസിച്ചു, പക്ഷേ ഞാനിപ്പോൾ പിശാചായി മാറിയിരിക്കുന്നു, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും മുനിക്ക് തൻ്റെ ദേഷ്യം ഇല്ലാതാവുകയും തെറ്റ് അപ്സരസിന്റെ മാത്രമല്ല തൻ്റെയും കൂടിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു ദേഷ്യത്തിൽ ശപിച്ചും പോയി. അങ്ങനെയാണല്ലോ, നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മുടെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പഴിച്ചാരും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. എന്നിട്ട് പാപമോചനത്തിന് എന്തു ചെയ്യണം എന്നുള്ള കാര്യം മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നു. അതായത് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചാൽ പാപമോചനം ലഭിക്കുകയും പിശാച് എന്ന രൂപത്തിൽ നിന്ന് മാറി പഴയ അപ്സരസായി തീരുകയും ചെയ്യും എന്ന് മുനി പറയുന്നു. അതനുസരിച്ചിട്ട് ഈ അപ്സരസ്, ഈ പിശാചായ അപ്സരസ് അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കുറ്റബോധത്തോടുകൂടി ഈ മുനി തൻ്റെ പിതാവിനെ കാണാനായിട്ട് പോകുന്നു. പിതാവിന്റെ അടുത്തു ചെന്ന മകനെ നോക്കി പിതാവ് ചോദിക്കുകയാണ്, എന്താ മകനെ, നിന്റെ തേജസ്സൊക്കെ ആകെ മങ്ങിപ്പോയിരിക്കുന്നല്ലോ എന്ന്. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് ആ പുത്രൻ പിതാവിനോട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് ഞാൻ തെറ്റു ചെയ്തു, എൻ്റെ തെറ്റിന് എന്താണ് പ്രായശ്ചിത്തം എന്ന് ചോദിക്കുന്നു. അച്ഛനും അതേ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി നീയും അനുഷ്ഠിച്ചു കൊള്ളുക, നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം അതോടുകൂടി തീരുമെന്ന് പറയുന്നു. അങ്ങനെ ഈ മഹർഷിയും ഈ ഏകാദശി, പാപമോചിനി ഏകാദശി കൃത്യമായി എടുക്കുന്നു. അപ്സരസും പിശാചിനിയായ അപ്സരസും എടുക്കുന്നു. അതിനുശേഷം പാരണ വീടിയതിനു ശേഷം പിശാചിനി എന്ന രൂപത്തിൽ നിന്നും അപ്സരസ് സ്വന്തം രൂപത്തിലേക്ക് മാറുകയും തിരിച്ച് ദേവലോകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. മേധാവി എന്ന ഋഷിയുടെ പാപങ്ങളും അതോടുകൂടി തീരുന്നു. ഇതാണ് പാപമോചിനി ഏകാദശിയുടെ കഥ. ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അർജുനന് ഉപദേശിച്ച് കൊടുക്കുന്നത്. ഈ കഥ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ പ്രധാനമായിട്ടും അറിയാനുള്ളത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ഈ സമയത്ത് യാതൊരു കാരണവശാലും നമ്മുടെ ഏകാദശി അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ സമയത്ത് എത്ര തവണ നാരായണ നാമം ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏകാദശി ദിവസത്തെ സമയമാണ് ഹരിവാസര സമയം എന്നാണ് വിശ്വാസം. 2026 മാർച്ച് മാസം 15-ാം തീയതി വെളുപ്പിനെ 3:20 മുതൽ അന്ന് വൈകുന്നേരം 15-ാം തീയതി വൈകുന്നേരം 3:23 വരെയാണ് ഹരിവാസര സമയം. അതുകൊണ്ട് തന്നെ 15-ാം തീയതി അതിരാവിലെ മുതൽ സന്ധ്യ വരെ
നിങ്ങൾ പരമാവധി സമയം ആ പകൽ മുഴുവനും നാരായണ നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ സമയം. ഏകാദശി ദിവസം ചായയും കാപ്പിയും കുടിക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടാകും. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചായ കുടിക്കാം. രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ. കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എന്നുള്ള ആളുകൾ ചായ കുടിച്ചോളൂ, തെറ്റില്ല. അല്ലാത്ത ആളുകൾ ഉപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനായിട്ടുള്ളത്. നാമജപത്തിനാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കുക. ഇനി ഈ നിഷ്ഠയിലൊന്നും ഇരിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റുന്നില്ല, അസുഖമാണ്, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കുവാൻ എൻ്റെ വീട്ടിൽ സാഹചര്യമില്ല, അങ്ങനെയുള്ള ആളുകൾ ഒന്നും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ നാമം ജപിച്ചുകൊള്ളുക. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം നാമം ജപിച്ചുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചെയ്യാനുള്ളത്. എല്ലാവരും ഏകാദശി എടുക്കണം. ഏകാദശിയുടെ മഹാത്മ്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. എല്ലാവരെയും അതിന് പ്രേരിപ്പിക്കണം. ചെയ്യാത്ത ആളുകളെ നിർബന്ധിപ്പിച്ചൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ പറയുക, ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ, അല്ലാതെ നിർബന്ധിപ്പിച്ചൊന്നും ചെയ്യാൻ പോകണ്ട. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏകാദശിയൊക്കെ ഓരോ മാസവും 2 ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനു തന്നെയാണ് അതിൻ്റെ ഗുണം എന്നുകൂടി ഒന്ന് ആലോചിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.